അപ്പനും അമ്മയും പിന്നെ അനിയനുമുണ്ട്, പിന്നെ അപ്പച്ചൻ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെമിനാരി പോയിട്ട് ഒരിക്കൽ പോലും ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് ഇവരെ സ്നേഹിച്ചിട്ടില്ല. അത് അവർക്കും എനിക്കും അറിയാം. സ്നേഹിക്കാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരാഗ്രഹിക്കും ഞാൻ വീട്ടിലൊക്കെ വന്ന് നിൽക്കണമെന്ന്. ഞാൻ പലപ്പോഴും വീട്ടിലൊന്നും അങ്ങനെ നിൽക്കാറില്ല. പലപ്പോഴും ഒന്നെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാരുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സെമിനാരി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അരമനയിലോ ഒക്കെ ആയിരിക്കും. അത് സെമിനാരി പോയ കാലം മുതലേ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും ഒരു മുട്ടായി പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ മേടിച്ചു കൊടുത്തിട്ടില്ല. അമ്മ പലപ്പോഴും ഇങ്ങനെ അനിയനോട് പറയും, ഒരു സാരിയെങ്കിലും മേടിച്ചു തന്നായിരുന്നെങ്കിൽ കൊള്ളാമെന്നൊക്കെ പറയും. അത് മേടിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷേ എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ സെമിനാരി പോകുന്ന കാലഘട്ടത്തിൽ ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കും, അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് സെൻസിലല്ല, എൻ്റെ അപ്പനെ അമ്മയെ എൻ്റെ ദൈവം നോക്കിക്കൊള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നിയോഗമായിരുന്നു ഈ മകനെ അല്ലെങ്കിൽ അച്ഛനാകാൻ നൽകുക, അതിനെതിരെ അങ്ങനെ ആ രീതിയിൽ അവനെ നടത്തുവാനുള്ളത്. ഒരിക്കൽ പോലും എൻ്റെ അപ്പനോ അമ്മയോ ഈ സെമിനാരി പോകണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പനും ഒരാഗ്രഹമുണ്ടായിരുന്നു ഞാൻ എന്തായിത്തീരണമെന്ന്, അമ്മയ്ക്കും പണ്ടൊരാഗ്രഹമുണ്ടായിരുന്നു. അവർ അതിങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞാൻ ഇതൊക്കെ കേൾക്കും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സെമിനാരിയിൽ പോവുകയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓരോ പുരോഹിതനും എല്ലാ പുരോഹിതരും ഒരപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹം വേണ്ടാന്ന് വെച്ചതിൻ്റെ പ്രതിഫലമാണ് ഒരു പുരോഹിതൻ. ഇനിയും ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ വരില്ല. കാരണം നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം എന്നും എൻ്റെ മനസ്സിൽ എപ്പോഴുമുണ്ട്. കാരണം എൻ്റെ അപ്പൻ അമ്മയും രാവിലെ ഞാൻ പലപ്പോഴും എങ്ങനെ സെമിനാരി വന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ ശുശ്രൂഷയുള്ളൂ. ഞങ്ങളുടെ പള്ളിയും വീടുമായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമായിട്ട് ഒരു 5 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ വരും, സൺഡേ സ്കൂളിന് വരുത്തും. പക്ഷേ എന്നിരുന്നാൽ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഞാൻ ഒരുക്കപ്പെട്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനും അമ്മയും രാവിലെ 3 മണി 3:30 ആകുമ്പം പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമായിരുന്നു. അവർ പപ്പ രാവിലെ പോയി കുളിച്ച് വന്നിരുന്ന് എന്നും ഒരേ പാട്ട് തന്നെ, ഉണർവിൻ വരം ലഭിപ്പാൻ. എല്ലാ ദിവസവും 365 ദിവസവും ആ പാട്ട് തന്നെയാണ് അപ്പൻ രാവിലെ പാടുന്നത്. ഞാൻ ആ തിണ്ണയിൽ കട്ടിലേ കിടന്നുറങ്ങുമ്പോൾ എന്നെ ഒരിക്കൽ പോലും ശല്യപ്പെടുത്തിയിട്ടില്ല, പക്ഷേ പലപ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട്. എന്നും എനിക്ക് വേണ്ടിയും എന്നും പ്രാർത്ഥിക്കുന്ന ഒരപ്പനും അമ്മയും. ചില കാര്യങ്ങളിലൊക്കെ അപ്പം വളരെ സ്ട്രിക്റ്റായിരുന്നു. പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷകൾ ഒത്തിരിയധികം കാർക്കശ്യത്തോടെയാണ് പപ്പ കാര്യം കണ്ടിട്ടുള്ളത്. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ബൈബിൾ വായിക്കണമെങ്കിൽ മുൻകൂർ വായിച്ച് ഒരുങ്ങി, അത് അപ്പനെ വായിച്ച് കേൾപ്പിക്കാതെ എന്നെ കൊണ്ട് വായിപ്പിക്കത്തില്ലായിരുന്നു. അപ്പനിതൊന്നും ഓർമ്മയിൽ ഞാൻ ഇതൊക്കെ ഓർക്കുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ സ്കൂളിൽ പോകാതെ കുഞ്ഞിലെ 3ാം ക്ലാസ് വരെ ഞാൻ ഇവിടെ നിന്നിട്ടുള്ളൂ. നിൽക്കുമ്പോൾ രാവിലെ ജോലിക്ക് പപ്പ പോകുമ്പോൾ പറയും സങ്കീർത്തനം 1:23 ഒക്കെ എടുത്ത് നിന്നിട്ട് പറയും വൈകിട്ട് വരുമ്പോൾ കാണാതെ പിടിച്ച് വെക്കണമെന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ദൈവീകമായി ഒരുക്കിയ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയോ ഇത്തരത്തിലൊരു നിയോഗം ലഭിച്ചാണ് അവരെന്നെ ഒരുക്കിയത്. അവരുടെ ആഗ്രഹങ്ങൾ അവർ വേണ്ടാന്ന് വെച്ചു, എൻ്റെ ആഗ്രഹം അവർ ഏറ്റെടുത്തു. ഈ നിമിഷം വരെ എനിക്ക് വേണ്ടി ഒത്തിരിയധികം അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പണ്ടൊക്കെ മൈനസ്മാരിൽ പഠിക്കുമ്പോൾ മാസത്തിൽ ഒന്നൊക്കെ ഞാൻ വിളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിക്കേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ പിന്നെയും ഞാൻ വിളിക്കും. പിന്നെ എന്തെങ്കിലും ഒരു വിഷമം എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയോട് ഞാൻ ഒരിക്കൽ പോലും ഒരു വിഷമവും ഞാൻ പറയത്തില്ല. കാരണം അത് പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സ് ശാന്തമാവും. അപ്പോൾ അത്തരത്തിൽ എന്നെ എന്നും ബലപ്പെടുത്തുന്ന എൻ്റെ അപ്പനും അമ്മയും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് പപ്പ എന്നെ ഈ പദയാത്രയ്ക്ക് നടത്തിയാൽ കൊണ്ടുപോയിട്ടുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എന്നെ കൊണ്ടുപോയത്. അതെങ്ങനെ, എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. 9 വർഷം ഞാൻ പദയാത്രയ്ക്ക് നടന്നു. 9 വർഷവും അപ്പനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
സെമിനാരിയിൽ പോയതിനു ശേഷം പിന്നെ പപ്പ പൂർണ്ണമായിട്ട് ആ പദയാത്ര നടന്നിട്ടില്ല. കാരണം ആ മനുഷ്യൻ്റെ ഒരു നിയോഗമായിരുന്നു, അല്ലെ ദൈവം നൽകിയൊരു നിയോഗമായിരുന്നു. എനിക്ക് ദൈവവിളി ലഭിക്കുന്നതും ആ പദയാത്രയിൽ നടക്കുമ്പോഴും ആ ഖബറിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ നിയോഗമായിരുന്നു. ആ നിയോഗം അവരേറ്റെടുത്തു, അതവർ പൂർത്തീകരിച്ചു. ഇന്നിവിടെ അവർ നിൽക്കുന്നു. ഞങ്ങൾക്ക് നന്ദിയൊന്നുമില്ല. ജീവിതത്തിൽ എല്ലാ ബലികളിലും നിങ്ങളെ പിതാവ് പറഞ്ഞതുപോലെ നിങ്ങളെ ഓർക്കാതെ ഒരു ബലി പോലും അർപ്പിക്കപ്പെടുന്നില്ല. നിങ്ങളെ എല്ലാ ബലികളിലും ഞാൻ ഓർക്കും എന്ന ഉറപ്പ് മാത്രമേ നിനക്ക് തരാനുള്ളൂ. നിങ്ങളുടെ നല്ല മകനായി എന്നും ഞാൻ ഉണ്ടായും. ഇനിയും നിങ്ങൾക്കും സന്തോഷിക്കാം. ഞങ്ങൾക്ക് ഒരച്ഛനുണ്ട് എന്നുള്ള, നിങ്ങൾക്ക് വേണ്ടി ഈശോയെ കൈകളിലെടുക്കുന്ന ഒരച്ഛൻ നിങ്ങൾക്കുമുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാം. ഞാനും അനിയനും തമ്മിൽ ഒരു 7 വയസ്സിനോളം വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ വലിയൊരു ചേട്ടനായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ഒത്തിരിയധികം സ്നേഹമൊന്നും നൽകാൻ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു സമയമായപ്പോൾ സെമിനാരിൽ പോയി. പിന്നെ അത്രയധികം സ്നേഹിക്കാനൊന്നും സാധിച്ചിട്ടില്ല അനിയനെയൊന്നും. പിന്നെയും എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് അവന് മാത്രമേ ഉള്ളായിരുന്നു. ഒത്തിരിയധികം സന്തോഷമുണ്ട്. അങ്ങനെ പറയണമെന്നറിയത്തില്ല. എന്നും ഒരു ബന്ധം അവനുമായിട്ടുണ്ട്. ഇത്തരണത്തിൽ പ്രത്യേകമായിട്ട് അനിയനെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അപ്പച്ചൻ ഇന്ന് ഇവിടെ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അമ്മച്ചി ഇന്നില്ല. എന്നെ ദൈവവിളിയിൽ ഒത്തിരി ശക്തിപ്പെടുത്തിയ അമ്മച്ചിയാണ് ഇന്ന് സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവരുടെ കൂടെ ആയിരുന്നു 4ാം ക്ലാസ് മുതൽ ഞാൻ സെമിനാരിയിൽ പോകുന്നതും ആ വീട്ടിൽ നിന്ന് തന്നെയാണ്. അമ്മച്ചിയെ പ്രത്യേകം ഓർക്കുന്നു. ഇന്നത്തെ കുർബാനയിലും ഞാൻ പ്രത്യേകം ഓർത്തു. അവരോടുള്ള പ്രത്യേകിച്ച് അപ്പച്ചനെ നന്ദിയോട് ഓർക്കുന്നു. അമ്മച്ചിയെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്ന്, പപ്പയുടെയും അമ്മയുടെയും കുടുംബത്തിൽ നിന്ന് ഒത്തിരിയധികം ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ഇതുകൊണ്ടായിരിക്കാം കുടുംബത്തിലെല്ലാവരുമായിട്ടൊന്നും അത്രയൊരു ബന്ധം എനിക്കില്ല. അവിടെ നിന്നും സത്യം പറഞ്ഞാൽ വീടുകളിലൊന്നും ഞാൻ പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് പലരുടെയും. കാരണം പലപ്പോഴും സെമിനാരിയിൽ ചേർന്നതിന് ശേഷം ഞാൻ പലപ്പോഴും ഈ സെമിനാരിയും അച്ഛന്മാരും ദേവാലയങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എനിക്കെപ്പോഴും അതായിരുന്നു ഒത്തിരി സന്തോഷം. അതുകൊണ്ട് പലപ്പോഴും പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോയി. പലരുമായിട്ടുള്ള വലിയ ബന്ധങ്ങൾ ഇല്ല. പക്ഷേ അവരെയും പപ്പയുടെയും അമ്മയുടെയും കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഒത്തിരി ബലപ്പെടുത്തുന്നത്, എനിക്കൊത്തിരി നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും പല ഇടവകളിലും പല ദേശങ്ങളിലും ഒത്തിരിയധികം നല്ല ബന്ധങ്ങൾ ഇപ്പോഴുമുണ്ട്. അവരെല്ലാവരും ഇന്നിവിടെ സന്നിധരാണ്. അവരെല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. എന്നെ ബലപ്പെടുത്തുന്നതും എന്നെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുന്നതും അവരുടെ വലിയ പിന്തുണയും ഒക്കെയാണ്. അവരെയും ഏറ്റവും നന്ദിയോടുകൂടി ഈ തരുണത്തിൽ ഓർക്കുന്നു.